ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ആത്മീയഗിരിസംഭൂതരാമംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 139 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡം ഇന്ന് ആരംഭിക്കുകയാണ്. സുന്ദരകാന്ഡം രാമായണത്തിൽ വളരെ പ്രഖ്യാതമാണ്. അത് പല കാരണങ്ങളെ കൊണ്ട് സുന്ദരകാന്ഡമാണെന്ന് അറിയപ്പെടുന്നത്. അതിന് പഴയ പണ്ഡിതന്മാരും ആലോചനാപരങ്ങളായ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് സുന്ദരമാണത്, മനോഹരമാണെന്നുള്ള അർത്ഥത്തിൽ തന്നെ രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗമാണ് സുന്ദരകാന്ഡെന്ന് കാവ്യമർമ്മജ്ഞന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊരു കാരണം, സുന്ദരൻ എന്ന് പറഞ്ഞാൽ വാനരൻ എന്നർത്ഥമുണ്ട്. വാനരനായ ഹനുമാൻ്റെ ചെയ്തികളും അദ്ദേഹത്തിൻ്റെ വിജയവും അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യമൊക്കെ കാണിക്കുന്ന ഭാഗമാണ് സുന്ദരകാന്ഡം. അതുകൊണ്ടത് സുന്ദരകാന്ഡമാണ്. മറ്റൊരു വ്യാഖ്യാനമുള്ളത്, സുന്ദരൻ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നർത്ഥമുണ്ട്. കഥകളിയിലൊക്കെ സുന്ദര ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ദൂതനായിട്ട് പോകുന്ന ബ്രാഹ്മണനാണ്. പുണ്യസ്വയംവരത്തിൽ നളയരത്തിലൊക്കെ സുന്ദര ബ്രാഹ്മണനെ കാണാം. അതൊക്കെ ദൂത് ആയിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഹനുമാൻ രാമദൂതനായിട്ട് സുഗ്രീവൻ്റെ ദൂതനായിട്ട് ലങ്കയിലേക്ക് ചെല്ലുന്ന ആളാണ്. അതുകൊണ്ടത് സുന്ദരമാണ്. മറ്റൊരു അഭിപ്രായമുള്ളത്, സുന്ദരം എന്ന് പറഞ്ഞാൽ നഷ്ടവസ്തു പുനർലബ്ധി എന്നർത്ഥമുണ്ടെന്നാണ്. നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടുന്നതിന് സുന്ദരം എന്ന് പറയും. ആ അർത്ഥത്തിലും ഈ കാണ്ഡം സുന്ദരകാന്ഡമാണ്. കാരണം ഇവിടെയാണ് അപഹരിക്കപ്പെട്ട, തൽക്കാലം കാണാതിരിക്കുന്ന സീതയെ കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നഷ്ടവസ്തു പുനർലബ്ധി എന്നുള്ള അർത്ഥത്തിലും സുന്ദരകാന്ഡമാണ്. ഇങ്ങനെ പല തരത്തിൽ സുന്ദരമായതുകൊണ്ട് സുന്ദരനെക്കുറിച്ച് പറയുന്നുണ്ട്, ദൂതനെക്കുറിച്ച് പറയുന്നുണ്ട്, നഷ്ടവസ്തു പുനർലബ്ധി ആയതുകൊണ്ട് പുനർലബ്ധി ആയതുകൊണ്ട് ഇങ്ങനെ പല അർത്ഥത്തിലും സുന്ദരകാന്ഡമാണെന്ന് പറയും. ഇവിടെ ധാരാളം ചൊല്ലുകളുണ്ട്, സുന്ദരം 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 എന്നൊക്കെ ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതിൽ സുന്ദരകാന്ഡം മാത്രമായിട്ട് പാരായണം ചെയ്യുന്ന വളരെ വിശിഷ്ടമായിട്ട് കരുതാറുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ചില വിശേഷാവസരങ്ങളിലൊക്കെ സുന്ദരകാന്ഡം മാത്രമായിട്ട് പാരായണം ചെയ്യും. അതിൽ നിന്ന് ഫലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഫലശ്രുതികളുമുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ സുന്ദരകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ ഈ സമുദ്രം കണ്ട് വിഷമരായിരിക്കുന്ന വാനന്മാരുടെ പരവശതയും അവർ തമ്മിലുള്ള ചർച്ചയും പ്രായോപവേശത്തിന് അവർ ഒരുങ്ങുന്നതൊക്കെ നേരത്തെ പറഞ്ഞു. പല വാനരന്മാരും തങ്ങൾക്ക് ഇത്രയേ ചാടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. 100 യോജനം ചാടാൻ കഴിയുന്നവരുണ്ടായിരുന്നില്ല. അംഗതനാകട്ടെ, എനിക്ക് അങ്ങോട്ട് ചാടാൻ പറ്റും ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സാക്ഷാൽ വായുപുത്രനായ ശ്രീഹനുമാനെ ജാമ്പവാൻ പ്രോത്സാഹിപ്പിച്ച് അതിന് പ്രേരിപ്പിക്കുന്നത്. അതിന് പ്രോത്സാഹനജനകമായ വാക്കുകളും തൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കിടക്കുന്ന ശക്തിയെക്കുറിച്ചുള്ള ജാമ്പവാൻ്റെ പുകഴ്ത്തലൊക്കെ കേട്ടപ്പോൾ ഹനുമാൻ സന്നദ്ധനായിട്ട് മഹേന്ദ്രപുരത്തിൻ്റെ മേലെ കയറി ചാടാനായിട്ട് ഒരുങ്ങിയെന്നാണ് കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു. ആ ഹനുമാൻ്റെ അങ്ങോട്ടേക്കുള്ള ചാട്ടവും അതിനുള്ള യാത്രയും ആ യാത്രയിലിടയ്ക്ക് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ചില ഭീഷണികൾ, ചില വെല്ലുവിളികൾ, ചില പ്രലോഭനങ്ങൾ, ഇതൊക്കെയാണ് ഈ സർഗത്തിൽ പറയുന്നത്. ഇത് വളരെ ദീർഘമായ ഒരു സർഗമാണ്. സാധാരണ ഇതിൽ വാൽമീകി രാമായണത്തിൽ 40-50 ശ്ലോകങ്ങളാണ് സാമാന്യൊരു കാണ്ഡത്തിനുള്ളൂ. ഇവിടെ ആകട്ടെ 213 ശ്ലോകങ്ങളുണ്ട്. സാധാരണ 4-5 കാണ്ഡത്തിലധികം ഈ ഒറ്റ കാണ്ഡത്തിൽ ശ്ലോകങ്ങളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കേൾക്കാൻ നമുക്ക്. അപ്പോൾ അവിടെ തുടങ്ങുന്നത്, തതോ രാവണനീതായ സീതായ ശത്രുകർഷണായി ഏഷ ഫലമന്വേഷണം ചാരണാചരിതേ പഥി. ശത്രുകർഷനായിരിക്കുന്ന ഹനുമാൻ ചാരണന്മാർ
സഞ്ചരിക്കുന്ന ആകാശത്തിൽ കൂടി രാവണൻ കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്നതായിട്ട് പുറപ്പെട്ടു എന്ന് പറയുകയാണ്. സിദ്ധന്മാരും ചാരണന്മാരൊക്കെ ആകാശമാർഗത്തിൽ സഞ്ചരിക്കുമല്ലോ. അതുപോലെ ആകാശമാർഗത്തിലൂടെ ഈ കടൽ കടന്ന് എല്ലാം ഉറപ്പിച്ചു എന്നാണ്. അത്ര എളുപ്പമല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ്റെ ഈ പ്രയത്നം, ഈ സാഹസം വളരെ കേമായിട്ടുള്ളതാണ്. ദുഷ്കരം നിഷ്പ്രതിദ്വന്ദ്വം ചികീർഷൻ കർമ്മവാനര. സാമാന്യക്കാർക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്തതാണ് കടൽ ചാടിക്കിടക്കുക എന്നുള്ളത്. അത് വേറെ സാധിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ചികീർഷൻ. അത് ചെയ്യാനായിട്ടാണ് ഈ ഹനുമാൻ ആഗ്രഹിച്ച് അതിനാണ് ഉറങ്ങിയത്. എന്നിട്ട് അത് അവിടുന്ന് മഹേന്ദ്രപർവ്വതത്തിന് മേലെ കയറി കാലമർത്തി വെച്ച് ഈ പർവ്വതത്തിന് മേലെ കയറി നിന്നത് തൻ്റെ ചാട്ടം തുടങ്ങുമുണ്ടാകുന്ന ഊക്ക് താങ്ങാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സാധിക്കില്ലാതെ കഴിഞ്ഞിട്ടാണ്. ആ മഹേന്ദ്രപർവ്വതത്തിനെയൊക്കെ വിശദമായി വർണ്ണിക്കുന്നു. മനോഹരമായ വർണ്ണനകൾ ഇവിടെയുണ്ട്. ഈ പർവ്വതശ്രേഷ്ഠൻ്റെ മുകളിൽ ഈ വാനരൻ വലിയ കയത്തിൽ ആന എന്ന പോലെ പരിലസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. തസ്യ സതസ്യ ഗിരിവര്യസ്യ തലേ നഗവരായുധേ തിഷ്ടൻ കവിവരസ്തത്ര ഹൃദയ നാഗ ഇവാബഭൂ. ഈ കയങ്ങളിൽ ഒക്കെ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ കാണില്ലോ വിശദമായിട്ട്. അതേപോലെ ശോഭിച്ചു. പിന്നെ കുറേ ശ്ലോകങ്ങളൊക്കെ വർണ്ണനാപ്രധാനങ്ങളായിട്ട് പറയാൻ എന്തൊക്കെയാണ്. ഈ ഹനുമാൻ അപർവത്തിന് മേലെ നിന്നും അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാരം സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹത്തിൻ്റെ അട്ടഹാസങ്ങളും ഇദ്ദേഹത്തിൻ്റെ ശരീരചലനങ്ങളും കൊണ്ട് വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ നിന്നൊക്കെ പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞുപോയി. അദ്ദേഹമാകട്ടെ തൻ്റെ കൈകാലുകളൊക്കെ കൈ ഉയർത്തിപ്പിടിച്ചു. വെളുത്ത വാവിന് സമുദ്രം എന്ന പോലെ ജൃംഭിച്ചു. രാമകാര്യത്തിന് പോകുന്ന തനിക്ക് എല്ലാവരുടെയും ദേവന്മാരുടെയൊക്കെ സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു. ഒരു ഊക്കിൽ ആ പർവ്വതത്തെ അമർത്തി ചവിട്ടി. അപ്പോഴാണ് വൃക്ഷങ്ങളിൽ നിന്ന് സുഗന്ധികളായ പൂക്കൾ ആയിരക്കണക്കിന് താഴേക്ക് വീണു. ബലവാനായിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കാലുകൊണ്ടുള്ള അമർത്തൽ കാരണം മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് സ്വർണം, മഞ്ചനം, വെള്ളി എന്നിവയുടെ ചാലുകൾ തന്നെ ചിത്രരേഖ പോലെ ഒഴുകി എന്നൊക്കെയാണ് കവിൻ്റെ വർണ്ണന. വിശദമായ വർണ്ണനയാണ്. എല്ലാ ശ്ലോകങ്ങളും നമുക്കിപ്പോൾ അങ്ങനെ പറഞ്ഞ് സമയം ധാരാളം പിടിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും അദ്ദേഹം ശിരോഭിപ്രതിപിർനാഗ വ്യക്ത സ്വസ്തികലക്ഷണൈ വമന്തപാവകങ്കോലം ദദംശം ദശനൈശില. സ്വസ്തിക ചിഹ്നങ്ങളോടുകൂടി വസിച്ചിരിക്കുന്ന പത്തികൾ വളർത്തിക്കൊണ്ട് ഈ പർവ്വത പ്രദേശത്തിലായിരുന്ന ഗുഹകളിൽ നിന്നൊക്കെ സർപ്പങ്ങളൊക്കെ പുറത്തേക്ക് വന്നു എന്നായി പറഞ്ഞത്. അവർ തങ്ങളുടെ വിഷപ്പല്ലുകളുകൊണ്ട് പാറമേലൊക്കെ കൊത്തി. അത് ഈ അമർത്തലുകൊണ്ട് അവർക്കൊക്കെ ആ പാട് ആസ്വാധീനം, അവർക്ക് വലിയ വിഷമായി. അവർക്ക് പുറത്തേക്ക് വന്നു പറയാൻ. പിന്നെന്താണ് ത്രസ്താ വിദ്യാധര തസ്മാതുൽഫേതു സ്ത്രീഗണൈ സഹ. വിദ്യാധരന്മാർ, ചാരണന്മാരൊക്കെ ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ഹനുമാനെ പുറപ്പെട്ട് കണ്ടിട്ട് ആപ്പാടെ ഭയന്നിട്ട് തങ്ങളുടെ സ്ത്രീകളോടുകൂടി ആകാശമാർഗത്തിലേക്ക് പൊങ്ങിപ്പോയി. ഞാൻ ഇനിയിവിടെ നിന്നാലെന്തല്ലോ കുഴപ്പമുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഈ മലയെ ഭൂതങ്ങൾ തകർത്ത് കളയുമെന്നൊക്കെ ഭയന്നിട്ടാണ് അവർ മേലോട്ടേക്ക് പോയതാണ്. അവർക്കൊക്കെ ഇഷ്ടംപോലെ കാമചാരികളാണ്, ഇഷ്ടംപോലെ സഞ്ചരിക്കാൻ കഴിയും. ആകാശമാർഗത്തിലേക്ക് ഉയർന്നു പോയി. പിന്നെ അവിടെയൊക്കെ വിദ്യാധരന്മാർ മദ്യപിച്ചൊക്കെ ഇരിക്കുക ചെയ്തു സ്ത്രീകളോടുകൂടി. ആ മദ്യം സംഭരിച്ച് വെച്ച സ്വർണ്ണക്കുടങ്ങളിലൊക്കെയാണ് സംഭരിച്ച് വെച്ചത്. അതുപോലും എടുക്കാതെയാണ് അവർ പോയത്. അതൊക്കെ ഉപേക്ഷിച്ചു. കാരണം എന്തോ ഒരു അപകടം വരാനുള്ളത് കണ്ടിട്ട് അവർ അവിടെ നിന്ന് പോയി. ഞാൻ ഈ കാന്തൻ, ഈ സ്ത്രീകളാകട്ടെ കാന്തന്മാരോടുകൂടി തങ്ങളുടെ പ്രിയതമന്മാരോടുകൂടി ആയതുകൊണ്ട് അവർക്ക് പേടിയൊന്നും ഉണ്ടായില്ല. കാരണം രക്ഷിക്കാൻ പുരുഷന്മാരുണ്ടല്ലോ, അതുകൊണ്ട് അവർ പരിഭ്രമിച്ചില്ല. പക്ഷേ അവരേതായാലും ആ പ്രദേശത്ത് നിന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. ഞാൻ ആ സമയത്ത് ചാരണന്മാർ, സിദ്ധന്മാർ, ദേവന്മാരൊക്കെ ഈ സംഭവത്തെ പറ്റി, അഥവാ ഈ പർവ്വതാപ്പാടെ കുലുങ്ങിയല്ലോ ഹനുമാൻ്റെ ചവിട്ടുകൊണ്ട്, അതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഇതാ പർവ്വതാകാരനായ വായുപുത്രനായ ഹനുമാൻ രാമകാര്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് എന്നവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു രാമാർത്ഥമായിട്ടും വാനരാർത്ഥമായിട്ടുമാണ് ഈ ഹനുമാൻ പുറപ്പെടുന്നത്, ഇയാൾക്ക് വിജയം ഉണ്ടാവട്ടെ ഒക്കെ ആശംസിച്ചു. അങ്ങനെ ആ ഹനുമാൻ അവിടുന്ന് ചാട്ടത്തിന് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട്
3 തരത്തിലുള്ള വിഘ്നങ്ങളെയാണ് ഹനുമാൻ തരണം ചെയ്യേണ്ടി വന്നത്. ഒന്നൊരു തരം പരീക്ഷണമാണ്, മറ്റൊരു തരം പ്രലോഭനമാണ്, മറ്റൊന്ന് വെല്ലുവിളിയാണ്. ഇതൊക്കെ ജീവിതത്തിൽ ആർക്കും ഉണ്ടാവുമെന്ന് കാണിക്കാനും കൂടിയാണ് കഥകൾ നമ്മൾ അങ്ങനെ അതിൻ്റെയൊക്കെ പ്രതീകമായിട്ട് കൂടി ഇതിനെ മനസ്സിലാക്കാം. എങ്ങനെയാണ് പോയത്? ഈ താൻ ചാടാൻ പുറപ്പെടുന്ന സമയത്ത് മറ്റു വാനരന്മാരോട് ഹനുമാൻ പറഞ്ഞു, നിങ്ങളിതാ എന്നെ നോക്കിക്കൊള്ളൂ, യാതൊന്നും പരിഭ്രമിക്കേണ്ടല്ല. ഞാൻ രാമൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ശരം പോലെ ഞാൻ ആകാശത്തോടെ പോകുന്നില്ല. യഥാ രാഘവനം മുക്ത ശരശ്വസന വിങ്ങണമ ഗച്ഛ തദ്വത് ഗമിഷ്യാമി ലങ്കാം രാവണപാലിതാം നഹി ദക്ഷ്യാമേതി താം ലങ്കായാം ജനകാൽപജാം അനേനൈവ ഹി വേഗേന ഗമിഷ്യാമി സുരാലയം. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ രാമചന്ദ്രൻ പോകുന്ന പോലെ പോകുന്നുണ്ട്. ഇനി ലങ്കയിലെത്തിയിട്ട് ആ സീതയൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലോ ഞാൻ എല്ലാ ലോകത്തിലും ചെന്ന് അന്വേഷിക്കുന്നുണ്ടെന്നാണ്. ദിവേ സീത അന്നദക്ഷ്യാമി ശ്രമബത്വ. ഇനി അഥവാ കാണുന്നില്ല, ഞാൻ ദേവലോകം മുതൽ ആ ലോകങ്ങളിൽ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇനി രാവണൻ ഒളിപ്പിച്ചു വെച്ച സീതയെ കാണാൻ പറ്റുന്നതെങ്കിൽ ഞാൻ രാവണ ആ രാക്ഷസ രാജാവിനെ ഞാൻ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നൊക്കെയാണ്. ആനയിഷ്യാമി രാവണം, ഞാൻ പിടിച്ച് ബന്ധനസ്ഥനാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. ഇത്രയൊക്കെ തനിക്ക് ഊക്കും ശക്തിയൊക്കെ ഉണ്ടെന്ന് ആ ബോധ്യമൊക്കെ ഉണ്ടായി നടത്തും. അങ്ങനെയാണ് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെട്ടു. അവിടെയാട്ടെ ഒരു വേഗോത്ഥിതോ വൃക്ഷാമുഹൂർത്തങ്കവിമന്യു. ശക്തിയായ ഒരു ആൾ പോകുമ്പോൾ അയാളുടെ ആ വേഗം കൊണ്ടുണ്ടാകുന്ന കാറ്റുണ്ടാവുമല്ലോ, ആ കാറ്റ് കൊണ്ട് വൃക്ഷങ്ങളൊക്കെ തകർന്നു വീണു. ചില വൃക്ഷങ്ങളൊക്കെ ഇദ്ദേഹത്തെ അനുഗമിച്ചു. നമ്മൾ റോഡിലൊക്കെ കാണാം, വലിയൊരു വാഹനം പോകുമ്പോൾ ഈ ചപ്പ് ചവറുകളൊക്കെ കുറേ ദൂരം അതിൻ്റെ പുറകെ അങ്ങോട്ട് പോകും. വേറൊരു വാഹനം ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് ഈ വായുവിൻ്റെ ചലനവേഗത കൊണ്ടാണ്. അതേപോലെ വൃക്ഷങ്ങളൊക്കെ ഇദ്ദേഹത്തെ അനുഗമിച്ചു എന്നാവുന്ന സുവർണ വിമതാത്മാനം മേനേ സമര ഉൽപ്പപാതാഥ വേഗേന. അദ്ദേഹത്തിന് വേഗം കൊണ്ട്, ആ ചാട്ടത്തിൻ്റെ വേഗം കൊണ്ട് ഈ താൻ ഗരുഡൻ തന്നെയാണ് അദ്ദേഹത്തിന് തോന്നിയെന്നാവുക. സുവർണമിവതാത്മാനം, സുവർണ്ണ വെച്ചാൽ ഗരുഡനാണ്. ഗരുഡനെ പോലെ താൻ ശക്കവനും ഇലവാനും ഒക്കെയാണെന്ന് വിചാരിച്ചിട്ടുമല്ല അങ്ങനെ പുറപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഈ യാത്ര കൊണ്ട് ചിലതിക്കൊക്കെ വെള്ളത്തിന് ചലനമുണ്ടായി. താഴെയുള്ള വെള്ളങ്ങൾ, ആ വെള്ളത്തിന് ചലനമുണ്ടായി എന്നൊക്കെ പറയാൻ. പിന്നെയൊക്കെ എന്തായത്, ലഘൂത്വേനോപനന്ദൽ വിചിത്രം സാഗരേ ബദൽ ദ്രുമാണം വിവിധം പുഷ്പം കപിവായു സമീരിതം. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയുടെ വേഗം കൊണ്ട് വൃക്ഷങ്ങൾ കൊമ്പുകളൊക്കെ ഇറങ്ങി, ധാരാളം പൂക്കളൊക്കെ താഴേക്ക് വീണു. അങ്ങനെ ആ ശോഭിക്കുന്നതായ ആ മേഘതുല്യനായ വാനരൻ ഈ ഹനുമാൻ മിന്നാമിനുങ്ങളെ കൊണ്ട് പർവ്വതം എന്ന പോലെ ശോഭിച്ചു നോക്കിയാണ് ഈ വർണ്ണന. ഇങ്ങനെ അതിവേഗത്തിൽ ആളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് കൈ രണ്ട് നീട്ടിപ്പിടിച്ചു, കാലുകൾ രണ്ടും വെച്ചു, തല പൊക്കി പിടിച്ചു. അങ്ങനെ ആകെക്കൂടി കണ്ടാൽ 5 തലയുള്ളൊരു സർപ്പത്തെ പോലെ തോന്നിച്ചു നോക്കിയാണ് വർണ്ണന. പിങ്കേ പിങ്കാക്ഷമുഖ്യസ്യ ബൃഹദീപരിമണ്ഡലേ ചക്ഷുഷി സംപ്രകാശേതേ ചന്ദ്രസൂര്യായു അസ്ഥിതോ. പിന്നെ എന്താണ് ചെയ്തത്? പക്ഷിശ്രേഷ്ഠൻ്റെ ഈ മഞ്ഞ നിറം കൊണ്ട വലിയ കണ്ണുകളും ആകാശമണ്ഡലത്തിൽ സൂര്യചന്ദ്രന്മാരെ പോലെ തിളങ്ങിയതാണ്. അങ്ങനെ ചോദിക്കൊണ്ടിരിക്കുക കടലാടി കിടക്കുന്ന ഈ ഹനുമാൻ്റെ കക്ഷങ്ങൾ കടപ്പിട്ടിട്ട് വായു ഗർജിക്കുന്ന പോലെ തോന്നിയതാണ്. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ടുണ്ടാകുന്ന വിഷമം ദേവന്മാരിങ്ങനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഈ അത്ഭുതകരമായ യാത്ര കണ്ടു. അപ്പോൾ അവർക്ക് ആകപ്പാടെ ഉത്കണ്ഠയൊക്കെ ഉണ്ടായി. ഇയാൾ അവിടെ എത്തിച്ചേരുമോ, കാര്യങ്ങളൊക്കെ സാധിക്കുമോ. ദേവന്മാർക്കാണ് യഥാർത്ഥത്തിൽ വലിയ പ്രയോജനമുള്ളത് രാവണനെ വധിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് തോന്നിയതാണ്. അതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് മുമ്പായിട്ടുള്ളത് ഒരു ചില രാമായണങ്ങളിൽ ആദ്യത്തിലുണ്ടാകുന്ന പ്രതിസന്ധി തന്നെ ഈ സുരസ വരുന്നതാണ്. ദേവന്മാരയച്ച സുരസ വന്നിട്ട് പരീക്ഷിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ആദ്യം വർണ്ണിക്കുന്നതല്ല, മൈനാകപർവ്വതം വന്നിട്ട് അദ്ദേഹത്തെ സൽക്കരിക്കാൻ പുറപ്പെട്ടു എന്നാണ്. ഈ സൽക്കാരം ഒരു തടസ്സമാണ്. അതിനെപ്പറ്റിയാണ് ഇവിടെ ആദ്യം പറയുന്നത്. നമ്മൾ അത്യാവശ്യമാണ് ഗിരിപ്പാട്ടിലൊക്കെയാണ് സുരസ ആദ്യം വരുന്നതായിട്ടാണ് കാണുക. അതായിരിക്കട്ടെ, അത് പിന്നൊരിക്കലും പറയാം. ഇങ്ങനെ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുക. തസ്മിൻ പ്ലവശാർദൂലേ പ്ലവമാനേ ഹനുമതി ഇക്ഷ്വാകുലമാനാർത്ഥി ചിന്തയാമാസ സാഗര. ഇങ്ങനെ രഘുകുല വംശതിലകനായ രാമൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഹനുമാൻ തൻ്റെ മേലെ കൂടി പറക്കുന്നുണ്ടപ്പോൾ സാഗരം, സമുദ്രം തന്നെ ഇങ്ങനെ പറഞ്ഞു എന്നാണ്.
ഇപ്പോൾ കടലുകളൊക്കെ സംസാരിക്കുമെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കിയത് പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലൊക്കെ ഞങ്ങളുടെ സങ്കല്പങ്ങളാണ്. അവിടെ സാഗരത്തെ ഒരു പുരുഷനായിട്ട് സാക്ഷാൽ വരുണൻ്റെ പ്രതീകമായിട്ടൊക്കെ പറയാൻ സാഗരം ഇങ്ങനെ ചിന്തിച്ചു എന്നാണ്. എന്താ ചോദിച്ചാൽ ഞാൻ ഇയാൾക്ക് സഹായം നൽകേണ്ടതാണ്. കാരണം സാഗരം എന്നുള്ള പേരുണ്ടായത് തന്നെ സഗരന്മാർ സൃഷ്ടിച്ചുകൊണ്ടാണ്. സഗരൻ എന്ന് പറഞ്ഞാൽ പഴയൊരു സൂര്യവംശ രാജാവാണ്. അദ്ദേഹം യാഗം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ കുതിരയെ അപഹരിച്ചു എന്നൊക്കെയുള്ള പ്രസിദ്ധമായ കഥയാണ്. അങ്ങനെ അപഹരിക്കപ്പെട്ട കുതിരയെ അന്വേഷിച്ചിട്ട് സഗരൻ്റെ 60,000 പുത്രന്മാരെല്ലാ ദിക്കിലും കുഴിച്ചു നോക്കി. അങ്ങനെ പാതാളം വരെത്തി. അങ്ങനെയുള്ളതായ ഈ വലിയ ദ്വാരങ്ങളിൽ ഈ കുഴിച്ച പ്രദേശങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടാണ് കടലുണ്ടായത്. അതുകൊണ്ടാണ് സാഗരം എന്ന് പറയുന്നത്. സഗരപുത്രന്മാരെന്നെ വളർക്കയാൽ സാഗരം എന്ന് ചൊല്ലും ഇതെല്ലാവരും കിളിപ്പാട്ടിൽ നമ്മൾ വായിക്കും. അപ്പോൾ അങ്ങനെ സാഗരത്തിന്, അതായത് സമുദ്രത്തിന് ശ്രീരാമൻ്റെ വംശക്കാരായിട്ട് ബന്ധമുണ്ടെന്ന് അർത്ഥം. ശ്രീരാമൻ്റെ എത്രയോ പൂർവികനായിരുന്നു സഗരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിലൂടെയാണ് താനിങ്ങനെ വളർന്നു വന്നത്. അതുകൊണ്ട് ആ സഗരൻ്റെ വംശത്തിൽ പിന്നീടുണ്ടായ ആളാണല്ലോ രാമൻ. അപ്പോൾ രാമകാര്യാർത്ഥമായി പോകുന്ന ഈ ഹനുമാനെ സൽക്കരിക്കണമെന്ന് തോന്നി സമുദ്രത്തെ സൽക്കരിക്കാൻ കഴിയും. അപ്പോൾ സമുദ്രത്തിൽ പണ്ട് ഇന്ദ്രൻ പർവ്വതങ്ങളിലൊക്കെ ചിറക് വെട്ടിക്കളഞ്ഞു എന്നുള്ളത് പുരാണപ്രസിദ്ധമായ കഥയാണ്. പഴയ കാലത്ത് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നതാണ്. ഈ പർവ്വതങ്ങൾ അഹങ്കാരത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കും. അപ്പോൾ ജനങ്ങൾക്കൊക്കെ, ജീവജാലങ്ങൾക്ക്, താഴെയുള്ളവർക്കൊക്കെ ഭയമാണ് ഈ പർവ്വതം തങ്ങളുടെ തലയിൽ വന്ന് വീഴുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഹങ്കരിക്കുന്ന പർവ്വതങ്ങളുടെ ചിറകൊക്കെ ഇന്ദ്രൻ വെട്ടിക്കളഞ്ഞു എന്നുള്ളത് വിഖ്യാതമായ ഒരു പുരാണ സംഭവമാണ്. അപ്പം അങ്ങനെ തൻ്റെ ചിറക് അരിഞ്ഞു കളയുന്ന നേരത്തിൽ ഭയന്നിട്ട് ഈ മൈനാകം വായുദേവനെ ആശ്രയിച്ചു. വായു വളരെ വേഗത്തിൽ ഈ പർവ്വതത്തെ കാറ്റടിച്ച് സമുദ്രത്തിൽ താഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ ഇന്ദ്രന് മൈനാകത്തിന് ചിറക് വെട്ടാൻ സാധിച്ചില്ല. ഇതൊക്കെയാണ് അവിടെ സൂചിത കഥ. അപ്പോൾ അതുകൊണ്ട് ആ മൈനാകം കടലിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആ മൈനാക പർവ്വതത്തോട് ഇവരൊക്കെ നമ്മൾ പേഴ്സോണിഫൈസ് ചെയ്യാൻ പറയും, വ്യക്തിത്വം ആരോപിച്ചിട്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ആ മൈനാക പർവ്വതത്തോട് ഈ സമുദ്രം പറഞ്ഞു, ഇതാ എനിക്ക് വേണ്ടപ്പെട്ടവനായ ആ രാമൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന ഹനുമാനാണ് ഇതാ മേലെ കൂടി ആകാശമാർഗമായി സമുദ്രം തരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അയാളെ നീ സൽക്കരിക്കണം. നീ പൊങ്ങി വന്നിട്ട് മേലോട്ട് പൊങ്ങി വന്നിട്ട് പർവ്വതത്തിന് മേലെ ഇരിക്കാമല്ലോ ഹനുമാൻ. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഈ പർവ്വതത്തിലാകട്ടെ ധാരാളം ശുദ്ധമായ ജലവും ധാരാളം കൈകാലികളും പഴങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ സമുദ്രത്തിലൊക്കെ പർവ്വതം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ശാസ്ത്രകാരന്മാരെ സമ്മതിക്കുന്നുണ്ടെന്ന്. ഹിമാലയ പർവ്വതം കൂടി താഴ്ന്നു പോകത്തക്ക വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളുമൊക്കെ സമുദ്രത്തിലുണ്ട് എന്നൊക്കെ ഓഷ്യാനോഗ്രാഫിയിലെ പുതിയ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. വേറെ വിഷയമാണ്, നമ്മളതിനെപ്പറ്റി അത്രയൊന്നും ഇപ്പോൾ വിസ്തരിക്കേണ്ടതില്ല. അതായത് പർവ്വതങ്ങളും ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ ഉണ്ടോ അതേപോലെ ഗർത്തങ്ങളും ഉയർച്ച താഴ്ചകളും ഒക്കെ സമുദ്രത്തിൻ്റെ അടിയിലുണ്ട് എന്നൊക്കെ ശാസ്ത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. കടലിൻ്റെ കഥ മുതലായ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ അറിയാം. അതുകൊണ്ട് ഈ പർവ്വതത്തോട് പറഞ്ഞു, നീ ഉയർന്നു പോയിട്ട് അയാളെ സൽക്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വിഘ്നമാണ് ഹനുമാന്. വിഘ്നമാണെങ്കിൽ അത് ബന്ധുരൂപത്തിൽ, സൗഹൃദത്തിൻ്റെ രൂപത്തിൽ, പ്രലോഭനത്തിൻ്റെ രൂപത്തിൽ വരികയാണ്. അപ്പോൾ ഈ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഗതിക്ക് പോകുമ്പോൾ പലതരത്തിൽ വിഘ്നം ഉണ്ടാകുന്ന ഒരു വിഘ്നം ഇതാണ്. സ്നേഹിതന്മാരായ ആളുകൾ, സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾ, ഇതാ ചായ കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ച് വിശ്രമിച്ചോളൂ ഞാനും വരാം എന്ന് പറയുമ്പോൾ നമ്മളതിൽ കുടുങ്ങിപ്പോയി എന്ന് വരാം. അപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യത്തിന് വിഘാതം ഉണ്ടാകും. അതേപോലെ ഹനുമാൻ യഥാർത്ഥത്തിൽ ഇവർ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഒരു വിഘാതമാണ്. അപ്പോൾ ഈ പർവ്വതം ഉയർന്നു വന്നു. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, താങ്കൾ രാമകാര്യത്തിൽ പോകാമെന്ന് മനസ്സിലായി, അവിടെ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ എന്നൊക്കെ കിളിപ്പാട്ടിൽ നമ്മൾ വായിക്കും. അതുകൊണ്ട് ഇവിടെ വന്ന് തളർച്ച തീർക്കൂ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ശ്ലോകങ്ങളൊന്നും ചൊല്ലുന്നില്ല, സമയത്തിൻ്റെ പരിമിതി ഉണ്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഹനുമാൻ്റെ മറുപടി എന്താണ്? ഹനുമാൻ പറഞ്ഞു, ഞാൻ രാമകാര്യാർത്ഥം പോവുകയാണ്. അതായത് പ്രധാന ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെട്ട ഒരാൾ വഴിക്ക് വെച്ചിട്ട് ഈ സൗഹൃദത്തിനും സൽക്കാരത്തിനൊക്കെ വഴങ്ങി കൊടുത്താൽ കാര്യത്തിന് വിഘാതം ഉണ്ടാവും, കാലതാമസം വരും. അതുകൊണ്ട് അങ്ങയുടെ സൽക്കാരത്തിന് നന്ദി, പക്ഷേ ഞാൻ തൽക്കാലം അത് വാക്കുകൊണ്ട് സ്വീകരിക്കല്ലാതെ എനിക്ക് കാലവിളമുണ്ടാക്കുന്ന ഇതിൽ തന്നെ വിട്ടയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ ആ സൽക്കാരത്തെ നന്ദിപൂർവ്വം നിരസിക്കുക ചെയ്തതെന്നർത്ഥം. പലപ്പോഴും നമുക്കിത് സാധിക്കില്ല. കാരണം ബന്ധുരൂപത്തിൽ, സൗഹൃദത്തിൻ്റെ രൂപത്തിൽ വരുന്ന വിഘ്നങ്ങളൊക്കെ
നമുക്ക് മറികടക്കാൻ കുറച്ച് പ്രയാസമാണ്. ഒരാൾ വെല്ലുവിളിക്കുമ്പോൾ അയാൾ നേരിടാൻ കുറച്ച് ഉത്സാഹവും പൗരുഷമൊക്കെ കൂടും. അതേസമയം സൗഹൃദത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ടാക്കുന്ന വിഘ്നങ്ങളെ തരണം ചെയ്യുക കുറച്ച് വിഷമാണ്. അതാണ് ഇവിടെ കവി യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണിച്ചത്. അങ്ങനെ ഹനുമാൻ ഈ മൈനാപുരത്തിൻ്റെ സൽക്കാരങ്ങളെ നന്ദിപൂർവ്വം നിരസിച്ചു പറയാം. നന്നായെങ്കിലും എനിക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പുറപ്പെട്ടു. കർത്തവ്യമകൃതം കാര്യം സദാ മന്യരുധീരയിൽ. കാരണം എന്തിനാണോ പുറപ്പെട്ടത് അത് വേണ്ട പോലെ നിർവഹിക്കുന്നതിന് മുമ്പ് മറ്റ് സൽക്കാരങ്ങൾക്കൊക്കെ വഴങ്ങി കൊടുത്താൽ കാര്യം വിഷമാവും. അതുകൊണ്ട് സത്തുക്കൾക്കത് കോപത്തിനിടയാക്കും. അതുകൊണ്ട് ഞാൻ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, പഴയതുപോലെ പൊങ്ങി ഉയർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്മാർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് ആ സംശയം ഉണ്ടായി, ഹനുമാൻ ഇതൊക്കെ സാധിക്കുമോ, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് സുരസയെ അയച്ചു എന്നാണ്. സുരസ വെച്ചാൽ നാഗമാതാവാണ്. ആ നാഗമാതാവായ സുരസയോട് ദേവന്മാർ പറഞ്ഞു, നീ എന്നിട്ട് ഈ ഹനുമാൻ്റെ ബലവീര്യങ്ങളൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. ഹിരണ്യന അവചൈരേന്ദ്ര പരിദുഷ്ടോസ്മിതേ വൃഷം അഭയം ദേവയച്ഛാമി ഗച്ഛ സൗമ്യ ഥാ സുഖം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ അവിടുന്ന് പുറപ്പെട്ടെന്ന്. അവിടുന്ന് പോയി ഈ മൈനാവ്രതത്തിൻ്റെ സൽക്കാരം നിരസിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് സുരസയോട് ദേവന്മാർ തഥോ ദേവാസ ഗന്ധർവാ സിദ്ധാശ്ച പരമർഷയ അബ്രുവൻ സൂര്യസങ്കാശം സുരസാം നാഗമാതരം. നാഗമാതാവായ സുരസയോട് ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, പോയിട്ട് ആ ഹനുമാനെ തൽക്കാലത്തേക്ക് ഒരു വിഘ്നം ഉണ്ടാക്കണം. എന്നാണ് മുഹൂർത്തം വിഘ്നമാതര. കുറച്ച് നേരത്തേക്ക് ആളൊന്ന് തടഞ്ഞു വെക്കണം, അയാളുടെ ബലവീര്യങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയട്ടെ എന്നാണ്. അപ്പോൾ ഇത് വേറൊരു തടസ്സമാണ്. യഥാർത്ഥത്തിൽ ഈ ദേവന്മാർക്കൊക്കെ ഹനുമാൻ കഴിയുന്ന വേഗത്തിൽ ലങ്കയിലെത്തണമെന്നും കാര്യം സാധിക്കണം തന്നെയാണ് മോഹം. എന്നാലും അവരുടെ ഉത്കണ്ഠ കൊണ്ട് ഇയാൾക്കിത് സാധിക്കുമോ എന്ന് പരീക്ഷിക്കാനായിട്ട് സുരസയെ പറഞ്ഞേക്കാൻ. ഇതൊരു പരീക്ഷണമാണ്, മറ്റൊന്നൊരു പ്രലോഭനമായിരുന്നു, ഇതൊരു പരീക്ഷണമാണ്. അവർ പറഞ്ഞു, അതുകൊണ്ട് ഈ സുരസയാകട്ടെ രാക്ഷസൻ രൂപമാസ്ഥായ സുഖോരം പർവ്വതോപമം. പർവ്വതത്തിൻ്റെ വലുപ്പത്തിൽ വലിയ ശരീരം സ്വീകരിച്ചിട്ട് രാക്ഷസീയമായ രൂപത്തോട് കൂടിയിട്ട് ദംഷ്ടകാകരാളം പിങ്കാക്ഷം വക്രം കൃത്വ നഭസ്പൃശാം. ആകാശം തൊടാന്നൊക്കെ ഉള്ളത് ആ വലിയ ശരീരത്തോട് കൂടിയിട്ട് വലിയ ദംഷ്ടകളോട് കൂടിയിട്ട് ഒക്കെ ചെന്നിട്ട് ആ ഹനുമാൻ്റെ മുമ്പിലെത്തി. ആകാശമാർഗത്തിൽ പോകുന്ന ഹനുമാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ ആരാണ്? സമുദ്രമധ്യേ സുരസാവി പ്രതീരാക്ഷസം ബഹു. ഹനുമാനോട് പറയാണ്, മമഭക്ഷ്യ പ്രതിഷ്ഠസ്ത്വം ഈശ്വരൈവാനരർഷഭ അഹന്ത്വം ഭക്ഷയിഷ്യാമി പ്രവിദേശേതം മഹാനനം. ഹനുമാനോട് പറഞ്ഞതാ, എനിക്ക് ഇതിലെ കൂടി പോകുന്നവരൊക്കെ ഭക്ഷിക്കുക, അവരൊക്കെ എൻ്റെ ഭക്ഷണമായി തീരുക എന്നുള്ള ഈശ്വര നിശ്ചയമാണ്. അതുകൊണ്ട് നീ എൻ്റെ വായിലേക്ക് വന്ന് വീഴൂ, എൻ്റെ വായിലേക്ക് പ്രവേശിക്കൂ, ഞാൻ തന്നെ തിന്നട്ടെ എന്നർത്ഥം. അപ്പോൾ ഹനുമാൻ വളരെയധികം ബഹുമാനത്തോടുകൂടി പറഞ്ഞു, അതാ ഇപ്പം എനിക്കത് കുറച്ച് വിഷമമാണ്, ഞാൻ രാമകാര്യത്തിന് വേണ്ടി പോകുന്ന ആളാണ്, അതിലിടയ്ക്ക് വിഘ്നം ഉണ്ടാക്കരുത്. ഞാൻ രാമകാര്യം സാധിച്ച് സീതയെ കണ്ടു എന്ന കാര്യം രാമൻ അറിയിച്ച ശേഷം യാതൊരു ഭയമില്ലാതെ അങ്ങനെയൊക്കെ ഭക്ഷണമായി തീർന്നോളാം, എനിക്ക് ഈ ജീവനെക്കുറിച്ച് ഭയമൊന്നുമില്ല കേട്ടോ. അപകത ഭയാകുലെന്നാണ് ഇംഗ്ലീഷായിട്ട് പറയാം. ഞാൻ നിൻ്റെ വായിലേക്ക് പ്രവേശിച്ചോളാം എന്ന് ഹനുമാൻ പറഞ്ഞത്. ആഗമിഷ്യാമിതേ വക്രം സത്യം പ്രതിശൃണോമിതേ. ഞാൻ നിൻ്റെ വായിലേക്ക് വന്നോളാം, എനിക്കതിന് മടിയൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ തൽക്കാലം ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാമചാരിണിയായ സുരസ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ തിന്നണം, എനിക്ക് വിശപ്പതിയോട്ടുന്നതാണ്. വീരാ വിശപ്പെനിക്കേറ്റം ഉണ്ടോർക്ക നീ എന്ന് കളിപ്പാട്ട്. അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഹനുമാനോ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് വായ വളർന്നോളാൻ പറഞ്ഞു. അവളാകട്ടെ 10 യോജന വലുപ്പത്തിൽ വായ വലുതാക്കി ചേർത്തു. ആ സമയത്ത് ഹനുമാനാകട്ടെ അവൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം അതിനേക്കാൾ വലിയ 20 യോജനമായതം 20 യോജന വലുപ്പത്തിൽ ഹനുമാൻ ശരീരത്തിൽ വലുതാക്കി. അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യ സിദ്ധികളുള്ളതുകൊണ്ട് ശരീരം ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ സാധിക്കും. വലിയ ശരീരത്തായി നിന്നു. 20 യോജന വലുപ്പമായി കണ്ടപ്പോൾ സുരസക്ക് അതിനെ വായിൽ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൾ
30 യോജനയായി ഞാൻ. ഇങ്ങനെ അവർ തമ്മിലൊരു മത്സരം ഉണ്ടായി. ഇങ്ങനെ ഓരോ ആളും 30, 40, 50, 60 ഒക്കെയായി 100 യോജന വരെ വിസ്താരമായി നിന്നു. അപ്പോൾ ഹനുമാൻ തോന്നി ഇതിങ്ങനെ പരസ്പരം മത്സരിച്ചു തുടങ്ങിയാൽ ഇത് അവസാനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ശരീരത്തെ വളരെ ചെറുതാക്കിയിട്ട് സംക്ഷിപ്യമാത്മനക്കായൻ ജീമൂദൈവമാരുതി തസ്മിൻ മുഹൂർത്തേ ഹനുമാൻ ബഭൂവ അങ്കുഷ്ടമാത്രകാം. ശരീരം വളരെയധികം ചുരുക്കിയിട്ട് ഒരു പെരുവിരലിൻ്റെ അത്രയും ചെറിയ രൂപത്തിലായി തീർന്നതാണ്. എന്നിട്ട് ദക്ഷപുത്രിയാണ് ഈ സുരസ. സുരസയോട് പറയാണ്, പ്രവിഷ്ടോസ്മിഹതേ വക്രം ദാക്ഷാരി നമോസ്തുതേ. അല്ലയോ ദക്ഷപുത്രിയായിരിക്കുന്ന സുരസ, ഞാൻ താങ്ങയെ നമസ്കരിക്കുന്നു, ഞാൻ നിങ്ങളുടെ വായിൽ പ്രവേശിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവേശിച്ചിട്ട് അവിടുന്ന് പുറത്തേക്കും വന്നു. തം ദൃഷ്ട അവതനാൻ മുക്തം ചന്ദ്ര രാഹോ മുഖാദിപ. അതായത് പറഞ്ഞ വാക്ക് പാലിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവൾ 100 യോജന വലുപ്പത്തിൽ നിൽക്കുകയാണല്ലോ. ഹനുമാൻ വളരെ ചെറുതായിട്ട് അവളുടെ ഉള്ളിലേക്ക് കടന്നു, പുറത്തേക്കും വന്നു. അപ്പോൾ ആ സുരസ പറഞ്ഞു, അതായത് എന്താ, ഹരിശ്രേഷ്ഠ ഗച്ഛ സൗമ്യഥാസുഖം. അവൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വന്നവളല്ല, പരീക്ഷിക്കാൻ വേണ്ടി വന്നവളാണ്. അപ്പോൾ ഹനുമാൻ്റെ ഈ ബലവും സാമർഥ്യവും കണ്ടിട്ട് പറഞ്ഞു, അങ്ങ് സുഖമായി പോയിക്കോളൂ, ഞാൻ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം പരീക്ഷിക്കാനായിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പറയുന്നത്. ഇങ്ങനെ പരീക്ഷണത്തെയും ഹനുമാൻ ജീവിച്ചു. അപ്പം നമ്മളുടെ സ്വതേ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വിഘ്നമായിട്ടുണ്ടാവുക പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും വെല്ലുവിളികളൊക്കെയാണ്. ആ 3 തരത്തിലുള്ള ഓരോന്നും ഉണ്ടാകും നേരിടേണ്ടത്. നേരത്തെ സർക്കാർ രൂപത്തിൽ ബന്ധുരൂപത്തിൽ വന്നപ്പോൾ അതിന് സൗമ്യമായ വാക്കുകൊണ്ട് നേരിട്ടു. പരീക്ഷണത്തെ എന്ത് ചെയ്തു, താൻ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ആളെല്ലാം തെളിയിച്ചു. അവിടുന്ന് വീണ്ടും ഹനുമാൻ യാത്രയായി. 100 യോജനയാണ് സമുദ്രം. അതിങ്ങനെ വീണ്ടും അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നെന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഈ സമുദ്രത്തിലെ നിഴല് പിടിച്ച്, ഒരാളുടെ നിഴലിനെ പിടിച്ചിട്ട് തന്നെ വസ്തുവിനെ പിടിച്ച് തിന്നാൻ കഴിയുന്ന ദുഷ്ടയായ രാക്ഷസി ഉണ്ടായിരുന്നു. ഒരു പിശാചാൻ, സിംഹികാനാമ രാക്ഷസി എന്ന് പറയും. വേദംബരം നിരാലംബം ഭക്ഷയുക്തൈവാദ്രാൻ പ്ലോമാനന്ദുതം ദൃഷ്ട സിംഹികാനാമ രാക്ഷസി. ഒരു അവലംബമില്ലാതെ ആകാശത്തിലൂടെ ഇങ്ങനെ വളരെ വേഗം പോകുന്നവനായ ഹനുമാനെ കണ്ടപ്പോൾ ഈ സിംഹിക എന്ത് ചെയ്തു, പ്രവൃത്താകാമരൂപിണി മനസാ ചിന്തയാമാസ. ഇവളെ പിടിച്ചു നിന്നുകളയാമെന്ന് വിചാരിച്ചിട്ട് ഭീകരാകാരമുള്ളവളെ അവൾ വിചാരിച്ചു. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ 2 വിധങ്ങളിൽ വ്യത്യസ്തമാണ്. ഒന്ന് ബന്ധുരൂപമായിരുന്നു പറഞ്ഞു, ഒന്ന് പരീക്ഷ. ഇത് വെല്ലുവിളിയാണ്. ഇത് ഞാൻ തകർത്തേ പറ്റുള്ളൂ എന്നുള്ള ഇതിലാണ്. അതിനെ വേറൊരു രീതിയിലാണ് നേരിടേണ്ടത്. ഇദ്ദേഹം ആകാശത്തോട് പറക്കുമ്പോൾ ഈ താഴെ നിൽക്കുന്ന രാക്ഷസി എന്ത് ചെയ്തു, അദ്ദേഹത്തെ നിഴല് പിടിച്ച് നിർത്തി. അപ്പോൾ തൻ്റെ ഗതിക്ക് കുറച്ച് വിഷമമുണ്ടായിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ഛായായാം ഗൃഹ്യമാണായാം ചിന്തയാമാസവാനരാം. തൻ്റെ നിഴലിനെ കടന്നു പിടിച്ചിരിക്കുന്നു വിചാരിച്ചിട്ട് അപ്പോൾ ആ ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു, കടലിൽ എതിരായി വീശുന്നൊരു കാറ്റ് കാരണം ഒരു വലിയ കപ്പൽ സാഗരത്തിൽ എന്ന പോലെ ഞാനിതാ മുടന്തുന്നവനെ പോലെയായി. എന്നുവെച്ചാൽ മുടന്തി നടക്കുന്നവർക്ക് വേഗം നടക്കാനാവില്ല. അതുപോലെ എൻ്റെ മുമ്പോട്ടുള്ള ഗതിക്ക് എന്തോ കുറവ് വന്നിട്ടുണ്ട്. കാരണം ഈ രാക്ഷസി താഴെ നിഴൽ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ തദ്ദൃഷ്ട ചിന്തയാമാസാദർശ സമഹാസത്വമുത്തിതല്ലവണംബസി. അങ്ങനെ വിചാരത്തോടു കൂടി നോക്കിയപ്പോൾ അതിഭീകരമായ സ്വരൂപത്തോടു കൂടിയ ഈ സിംഹികയെ കണ്ടു. അപ്പോൾ അവളോട് പിന്നെ വാഗ്വാദത്തിൽ നിൽക്കുന്നതിലോ സാമമായ വാക്കുകൾ പറയുന്നില്ലെന്ന് അർത്ഥമില്ല. ഈ വെല്ലുവിളികളൊക്കെ നേരിടണം എങ്ങനെയാണ്, പൗരുഷം കൊണ്ട് തന്നെ നേരിടണം. അതുകൊണ്ട് അദ്ദേഹം കായമാത്രഞ്ച മേധാവി മർമാണിജ മഹാകവി സദസ്യാവികൃതേ വക്ത്രേ വജ്രസംഹനന കവി. അവളുടെ കായത്തിൻ്റെ മാത്രം വലിപ്പമുള്ളതായ വളരെയധികം വലിയ ശരീരമെന്നൊക്കെ കണ്ടപ്പോൾ നല്ല ശക്തി മുഴുവൻ വെച്ചിട്ട് അവളുടെ വായിലേക്ക് ചാടി വീണു. ഹനുമാൻ അങ്ങോട്ട് ചാടി വീണു. എന്നിട്ട് ആ വാനരൻ തീക്ഷണങ്ങളായ തൻ്റെ കൂർത്ത നഖങ്ങളെ കൊണ്ട് അവളുടെ ശരീരത്തിനുള്ളിൽ കടന്നിട്ടുള്ള മർമ്മങ്ങളെ ഉള്ളിൽ നിന്ന് കീറി പടർന്നു കഴിഞ്ഞു. പുറത്ത് നിന്നിട്ട് ഇതിലല്ല, അവളുടെ ഉള്ളിൽ കടന്നിട്ട് തതസ്തസ്യാനഖീസ്തീഷ്ണീർ മർമാൻ ഉത്കൃത്യവാനര ഉത്പപാതത വേഗേന മനസ്സമ്പാദ വിക്രമം. അത് വല്ലാത്തൊരു അക്രമമാണ്. ശത്രുവിൻ്റെ ഉള്ളിലേക്ക് തന്നെ കടന്നിരുന്നു. ശത്രുവിൻ്റെ പുറത്തുനിന്ന് നേരിടല്ല, അവളുടെ തന്നെ ശരീരത്തിനുള്ളിലേക്ക് കടന്നിട്ട് തൻ്റെ വളരെ തീക്ഷണങ്ങളായ നഖങ്ങൾ കൊണ്ട് അവളുടെ ആന്തരാവയവങ്ങളൊക്കെ പറിച്ച് കീറി അവളെ വധിച്ചു എന്നർത്ഥം. മർമ്മങ്ങളെ ഉള്ളിൽ തന്നെ കയറി പടർന്നു. എന്നിട്ട് ആകാശത്തേക്ക് വീണ്ടും പുറപ്പെട്ടു. ഇങ്ങനെ
3 വിഘ്നങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ വെല്ലുവിളിയെ നേരിട്ടു ഹനുമാൻ. ഇത് നമുക്കൊരു മാർഗനിർദ്ദേശം കൂടിയാണ് വാസ്തവത്തിൽ കവി കാണിച്ചിരുന്നത്. ഓരോന്നിനും ഓരോ തരത്തിൽ നേരിടേണ്ടി വരും. സൽക്കാര്യത്തിന് പുറപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ട് വിഘ്നമില്ലാതിരിക്കില്ല. ദേവന്മാർ നോക്കുക, യഥാർത്ഥത്തിൽ ദേവന്മാർ അവിടെ ഉത്കണ്ഠാധിക്യം കൊണ്ട് ഹനുമാൻ എത്താൻ സാധിക്കും അറിയാൻ വേണ്ടി പരീക്ഷണമായിട്ട് അയച്ചതാണ്. പക്ഷെ അതൊക്കെ കാലവിളംബം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ ബുദ്ധി കൊണ്ടും ബലം കൊണ്ടും വിചാരം കൊണ്ടുമൊക്കെ ഹനുമാൻ മറികടന്നു. അങ്ങനെയാണ് ഹനുമാൻ ഇതാ ലങ്കയിലെത്തി എന്ന് പറഞ്ഞിട്ടാണ് 1-ാമത്തെ സർഗം, സുന്ദരകാന്ഡത്തിൽ 1-ാമത്തെ സർഗം കഴിയുന്നത്. എന്താ ചെയ്തത് പിന്നീട് അദ്ദേഹം? സാഗരാനൂവാൻ സാഗരാനൂവജാൻ ദ്രുമാൻ സാഗരച്യുത പത്നീനാം മുഖ്യാനുവിലോകയിൽ എന്ന് ചെയ്യേണ്ടത്. സാഗരത്തെയും സാഗരത്തിൻ്റെ കരയിലുള്ള വൃക്ഷങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നിരുദ്ധന്തമിവ ആകാശം ചകാരമതിമാൻമതിയും. ബുദ്ധിമാനായിരിക്കുന്ന ദേഹം മേഘം പോലുള്ള സ്വന്തം ശരീരത്തെ പറ്റിയാണ് വിചാരിച്ചു എന്നാണ്. ശരീരം ചെറുതാക്കിയിട്ട് അവിടെ പ്രവേശിക്കാമെന്ന് വിചാരിക്കാൻ. തഥാ ശരീരം സംക്ഷിപ്യ തൻ മഹീധര സന്നിപം പുനഃ പ്രകൃതിമാവേദേ വീതമോഹൈവാത്മവൻ. പർവ്വതം പോലുള്ള ശരീരമൊക്കെ ചുരുക്കി. ഏതുപോലെ എന്നൊരു ഓറിയാണ് അജ്ഞാനം നീങ്ങിയ ആത്മജ്ഞാനിയെ പോലെയാണ്. അജ്ഞാനം ബൃഹദാകാരമാണ്. അജ്ഞാനത്തെ ചുരുക്കിയിട്ട് ആത്മജ്ഞാനിയെപ്പോലെ അജ്ഞാനം ചുരുക്കി എന്നിട്ട് എൻ്റെ ശരീരമൊക്കെ എന്നിട്ട് അവിടെ 3 അടി വെച്ചിട്ട് വാമനമൂർത്തിയെപ്പോലെ നിന്നു എന്നാണ്. വാമൻ ചെറിയ രൂപത്തോടു കൂടിയാണല്ലോ വലിയൊരു ഇടത്തേക്ക് പോയത്. അതുപോലെ ചുരുക്കി നിന്നു. എന്നിട്ട് ഇനി എന്തൊക്കെയാണ് കർത്തവ്യമെന്ന് വിചാരിച്ചു എന്നാണ്. തതസ്ഥലം ബസ്യഗിരേ സമൃദ്ധേ വിചിത്രകൂടേ നിപപാതകൂടേ സകേതകോദ്ദാലകനാരികേളേ മഹാഭ്രൂഢ പ്രതിമോ മഹാത്മാ. വലിയ മേഘജാലം പോലുള്ളതായ ആ കൊടുകൂടിയ ധാരാളം കൊന്നകളും നാളികേരമൊക്കെ എന്നതായ ആ ലംബോറവത്തിൽ ഇറങ്ങി നിന്നു. അവിടെ നിന്നിട്ട് ഇനി തനിക്ക് കരണീയമായത് എന്താണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ലങ്കാപുരിയെ നന്നായി നോക്കിക്കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. സസാഗരേ ദാനവപന്നകായുധം ബലേന വിക്രമ്യ മഹോർമിമാരിരന്നിപത്യ തീരേത മഹോദധേസ്തദാ ദദർശ ലങ്കാം അമരാവതിവിവാം. അമരാവതി പോലെ, അമരാവതി സ്വർഗനഗരിയാണ്, അതുപോലെ മനോഹരവും വിശാലവുമൊക്കെയായ ആ ലങ്കാനഗരത്തെ ആ കടൽത്തീരത്തിറങ്ങിയ അദ്ദേഹം മറ്റേ കരയിൽ നീങ്ങിയ കരയിലെത്തി നടത്തും. അവിടെ നിന്നിട്ട് ആ ലങ്കാപുരത്തെ നോക്കി കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ സുന്ദരകാന്ഡത്തിൽ 1-ാം സർഗം സമാപിച്ചു. പിന്നീട് 2-ാം സർഗം മുതൽക്ക് ഹനുമാൻ്റെ നടപടികളും അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നും അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ എന്തായിരുന്നു എന്നൊക്കെയുള്ളതാണ്. അതേപോലെ ലങ്കാദഹനം മുതലായത്, സീതാ സന്ദർശനം, ഇതൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് വാൽമീകിനെ ചെയ്യുന്നത്. അതൊക്കെ അടുത്ത തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാൻ. നമസ്കാരം.